എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ചേച്ചി ചേച്ചി എന്താ കുഞ്ഞുമോളെ? ചേച്ചി എനിക്കൊരു പീസ് കേക്ക് വാങ്ങിട്ടാ ചേച്ചി. മിഴിച്ചു നിൽക്കാതെ എന്താ വേണ്ടതെന്ന് പറയൂ കൊച്ചേ. ലഡു 10 എണ്ണം. 10 ലഡു. വേറെന്താ വേണ്ടത്? പ്ലീസ് ചേച്ചി ഒരു പീസ് കേക്ക്. കല്യാണി ചേച്ചി അവൾക്കൊരു പീസ് കേക്ക് വാങ്ങി കൊടുത്തടാ, ഞങ്ങൾക്കൊന്നും വേണ്ട. ചേച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞേ? എനിക്കും കേക്ക് വേണം. അയ്യോ പാറു മിണ്ടാതിരിക്ക്. കല്യാണി ചേച്ചിയുടെ കയ്യിലേ കാശുണ്ടാവില്ല. അതെന്നെ പാർക്കുട്ടിയെ ഇത് ഇന്നെ കണ്ടു പഠിച്ച്. ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ കേക്ക്. എനിക്കും ചേച്ചിക്കും കേക്ക് വേണ്ട. വേറെ എന്താ വേണ്ടതെന്ന് പറയൂ കുട്ടി. തിരക്ക് കൂടും ഇപ്പോ. 10 ജിലേബിയും എടുത്തോ. ഇപ്പം എത്ര രൂപയായി? 120 രൂപയാവും. അയ്യോ എന്നാ വേണ്ട, ഒരു 4 എണ്ണം കുറച്ചെടുത്തോ. ഞാൻ 100 രൂപയെ കൊണ്ടുവന്നിട്ടുള്ളൂ, അതിനുള്ളത് തന്നാ മതി. ഓരോന്ന് വന്നോളും രാവിലെ തന്നെ. ഉണ്ണിമോളെ എന്റെ കയ്യിൽ കാശില്ല ഉണ്ണിമോളെ. ഞാൻ ആകെ 100 രൂപയെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ അത് ഇതിന് തന്നെ തികയില്ല. ഒരു പീസ് കേക്ക് വാങ്ങിയിട്ട് എല്ലാവർക്കും ഞാൻ തരാം. ഞാൻ ചെറിയ പൊട്ടേ കഴിക്കുള്ളൂ. വെറുതെ ഒന്ന് രുചിച്ച് നോക്കാനാ. കുഞ്ഞുമോളെ അറിയാലോ മാമിയുടെ സ്വഭാവം. മാമി പോയ കണക്ക് ചോദിക്കും. 100 രൂപക്കുള്ള സാധനം വാങ്ങി പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് അവിടെ ഇരിക്കേണ്ടി വരില്ല. കുഞ്ഞുമോളെ നീ വിഷമിക്കണ്ട, നമുക്ക് ആ അങ്കിളിനോട് ചോദിച്ചു നോക്കാം ചെറിയ പീസ് കേക്ക് തരുമോന്ന്. അയാൾ കണ്ടിട്ട് തരുന്ന ലക്ഷണം തോന്നുന്നില്ല ശിവേച്ചി. ചോദിച്ചു നോക്കാം അല്ല ശിവേച്ചി? ഇതാ രാവിലത്തെ കച്ചവടം തന്നെ നഷ്ടാ. ഞങ്ങൾ കാശ് തന്നിട്ടാണല്ലോ അങ്കിളെ വാങ്ങിയത്, പിന്നെന്താ? അതെ അതെ, വെറും 100 രൂപക്ക്. അങ്കിളെ അങ്കിളെ. കുഞ്ഞുമോളെ എന്താ കൊച്ചേ? അങ്കിളെ ഇവിടെ കുറേ കേക്ക് ഇരിപ്പില്ലേ, അതിന് ഒരു ചെറിയ കഷ്ണം കേക്ക് ഈ കുഞ്ഞുമോൾക്ക് തരുമോ? നല്ലപോലെ കൊതിയായിട്ടാ. അയ്യോ കുഞ്ഞുമോളെ, നിനക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് ലഡു തരാം കുഞ്ഞുമോളെ. മാമി അവിടെ പോയി തരില്ല, അതൊക്കെ എടുത്ത് വെക്കും. പ്ലീസ് അങ്കിളെ എനിക്കൊരു പീസ് തരുമോ? അല്ലെങ്കിൽ തന്നെ നഷ്ടമായി എനിക്ക് ഇന്നത്തെ കച്ചവടം. അതിൽ കൂടെ ഇനി ഒരു പൊട്ട് കേക്ക് പീസോ? പോകച്ചേ. ഞാനിവിടെ ധർമ്മം കൊടുക്കാനല്ല ഷോപ്പ് തുടങ്ങിയത്, എനിക്ക് സമ്പാദിക്കാനാ. ചേട്ടാ നിങ്ങൾ വെറുതെ കേക്ക് പീസ് തരണ്ട, ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തോളാം. പീറപ്പെണ്ണെ, നീയൊക്കെ ഇവിടെ എന്ത് ജോലി ചെയ്യാനാ? ചേട്ടാ അവൾക്കൊരു പൊട്ട് കേക്ക് കൊടുക്ക്, ഞങ്ങൾ ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി തരാം. ആ പറഞ്ഞത് ന്യായം. ഒരു പൊട്ട് കേക്ക് തരാം, ഓക്കെ. അതിൽ കൂടുതലൊന്നും ചോദിച്ചേക്കരുത്. എല്ലാവർക്കും ഓരോ പീസ് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് പറ്റത്തില്ല. ആദ്യം ജോലി പിന്നെ കേക്ക്. നിങ്ങൾ എന്നെ പറ്റിച്ചിട്ട് പോകില്ലെന്ന് ആര് കണ്ടു? എന്റെ ഷോപ്പാണോ? എന്റെ ഷോപ്പ് ഞാൻ ഇടയ്ക്കിടെ വൃത്തിയാക്കാറുണ്ട്. നന്നായി ക്ലീൻ ചെയ്താൽ ഒരു പൊട്ട് കേക്ക് ഞാൻ തരും. അതിനപ്പുറത്തേക്ക് ചോദിച്ചേക്കരുത്. ശിവ അതല്ല ശിവ, സമയം പോകുന്നു, വീട്ടിൽ ചെല്ലണ്ടേ? മാമി
അത് സാരമില്ല കല്യാണി ചേച്ചി. എന്തായാലും കല്യാണി ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ആളല്ലേ കാണാൻ വന്നത്. അപ്പോ അവിടെ വന്നിട്ട് മാമിനെ കണ്ടിട്ട് പോയിക്കോട്ടെ. അപ്പോ അങ്ങനെ ഈ കല്യാണം മുടങ്ങുമല്ലോ. പക്ഷെ ശിവ, മാമനും മാമിയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ തീരും കല്യാണി ചേച്ചി. ഞാനും വിചാരിച്ചത് കുറച്ച് താമസിച്ചെടുത്താലേ അവര് വന്ന വഴിയെ പോയിക്കോളൂന്നാ. പക്ഷേ വീണ്ടും കല്യാണി ചേച്ചിക്ക് അതൊരു വിഷയം തന്നെയാണ്. അല്ല കല്യാണി ചേച്ചി? ആണ്. ആ ബേക്കറി പാത്രങ്ങളൊന്നും തല്ലി ഉടക്കണ്ട. ഒരുപാട് വില പിടിച്ച ബേക്കറി പലഹാരങ്ങളാ എല്ലാം. ഇയാളത് എന്തൊരു പണിയാണ്? അവിടെ നിന്ന് തുറിച്ച് നോക്കിയതും പോരാ, നമ്മളെ പണി പഠിപ്പിക്കാൻ നിൽക്കാം. കുരുങ്ങന്റെ പോലെ അവിടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാം നമ്മളെ. ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ബേക്കറി എടുത്ത് തിന്നൂന്ന് വെച്ചിട്ട് നോക്കി നിൽക്കായിരിക്കും. അതൊന്ന് പോയി കിട്ടേനി. സുൽഫിക്കറേ, എന്താ നോക്കി നിൽക്കുന്നേ? വേഗം വൃത്തിയാക്ക്. കല്യാണി ചേച്ചിക്ക് പെട്ടെന്ന് പോണം, അല്ലെങ്കിൽ അവരുടെ മാമി മാമന് വഴക്ക് പറയും. ചേച്ചിയെ എവിടെ വൃത്തിയാക്കിയിട്ട് ഒരു പൊട്ട ബേക്കറി പോലും അതൊഷ്ടം തരൂല. സുൽഫിക്കറേ, അയാളൊരു പൊട്ട കേക്കുള്ളൂ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ പണിക്ക് നിന്നത്. എന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് തിന്നായിരുന്നു. അയ്യോ സുൽഫിക്കറേ, അങ്ങനെ പറയരുത്. നമ്മൾ ഈ ജോലി ചെയ്താ അവര് കുഞ്ഞുമോൾക്ക് ഒരു കേക്ക് പീസ് കൊടുക്കാന്നല്ലേ പറഞ്ഞത്? അതിനല്ലേ നമ്മൾ ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ചത്? അതിന് അയാൾക്ക് ഇവിടെ തന്നെ നിന്ന് നോക്കണം. നമ്മളത് അയാളെ പിടിച്ച് തിന്നോ? അതല്ല സുൽഫിക്കറേ, അയാളെ കാണാതെ അപ്പൊ നമ്മൾ ഒരു ബേക്കറി ഐറ്റം പോലും എടുത്ത് കഴിച്ചൂടാ. അത് തെറ്റാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് നല്ല കുട്ടികൾക്ക് ചേർന്ന ശീലമല്ല കട്ട തിന്നല്. എന്നാലും ചെറിയൊരു പീസെങ്കിലും. ഞാൻ വാക്ക് പാലിച്ചു. കേക്ക് തിന്നോളൂ. എന്നിട്ട് പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക് എല്ലാവരും. എന്തൊരു ദുഷ്ടനാ ശിവേച്ചി അയാള്. ഒരു പൊട്ട കേക്ക് മാത്രം തന്നു. നമ്മൾ എത്ര ജോലി ചെയ്തതാ. ഞാനും ഒരു പൊട്ടും കൂടി കിട്ടും വിചാരിച്ചു. അങ്ങനെ പറയണ്ട പാറു. സുൽഫിക്കറേ, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ജോലി ചെയ്തത്. അയാൾ അത് തന്നല്ലോ. ഇനി നമുക്ക് പോവാം. നല്ല രുചിയുണ്ട്. പാർക്കുട്ടി, തിന്നോക്കെ. എനിക്ക് വേണ്ട. ഏയ്, കഴിക്കലും കഴിപ്പിക്കലും ഒക്കെ പുറത്ത് പോയിട്ട് പെട്ടെന്ന് പോ. ഇവിടുന്ന് സ്ഥലം കാലിയാക്ക്. എന്താ ഇത്ര നേരം വൈകിയത്? മുത്തശ്ശി, കുഞ്ഞുമോളെ, വേണ്ട. ഇതാ മുത്തശ്ശി, ലഡു ജിലേബിയും. മക്കളെ, ആ താടക ഇവിടെ ഇളക്കി മറിക്കുകയായിരുന്നു നിങ്ങളെ കാണാഞ്ഞിട്ട്. മുത്തശ്ശി, മുത്തശ്ശി, ഞാനുണ്ടല്ലോ. മുത്തശ്ശി, ഈ കുഞ്ഞുമോളെ കേക്ക് കഴിച്ചു. നല്ല രുചി ഉണ്ടായിരുന്നല്ലോ. ഓഹോ, അപ്പോൾ വെറുതെ അല്ല നേരം വൈകിയത്. ആ കൊച്ചെന്തെങ്കിലും വിവരമില്ലാതെ വിളിച്ചു പറയുന്നെന്ന് കരുതി നീ അവരെ വഴക്ക് പറയാൻ നിൽക്കല്ലേ. ഓ, വിവരമില്ലാത്ത കൊച്ചാണോ ഈ പെണ്ണ്? അത് ചെറിയൊരു കുട്ടിയല്ലേ താരേ. നീ എവിടെയായിരുന്നടി ഇത്ര നേരം? നീ ഇവിടെ നിന്നും സഞ്ചി എടുത്ത് പോയിട്ട് എത്ര നേരമായി? അത് അവിടെ തിരക്കായിരുന്നു മാമി. കള്ളം പറയുന്നോ നീ? പിന്നെന്താ അവള് കേക്ക് കഴിച്ചു എന്നൊക്കെ പറയുന്നേ? ഞാൻ നിനക്ക് 100 രൂപയല്ലേ തന്നു വിട്ടിരുന്നത്? അതിനുള്ളത് നീ വാങ്ങിയില്ലേ? പിന്നെ നിനക്ക് എവിടുന്നാ കേക്ക് വാങ്ങാൻ കാശ്? താരേ, ഇന്ന് അവളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ. ഇന്നെങ്കിലും ആ കുട്ടിയെ ഒന്ന് വെറുതെ വിട്ടൂടെ നിനക്ക്? മിണ്ടരുത് നിങ്ങള്. ആരോട് എന്ത് എപ്പോ എങ്ങനെ പറയണമെന്ന് ഈ താരക്കറിയാം. എന്നെ ആരും പഠിപ്പിക്കാൻ വരരുത്. അകത്ത് പോവണ്ണേ. എന്നിട്ട് നിന്റെ മുഖം ഒന്ന് വൃത്തിയാക്കി എടുക്ക്. വരുന്ന ആളുകൾക്ക് നിന്റെ മുഖം കണ്ട ഇഷ്ടപ്പെടണ്ടേ? കാണാൻ ഇത്തിരി ഭംഗിയെങ്കിലും വേണ്ടേ? എങ്കിലല്ലേ അവർക്ക് ഇഷ്ടപ്പെടൂ. എപ്പം നോക്കിയാലും മൂടിക്കെട്ടിയൊരു മോന്തയുണ്ട്. എന്നിട്ട് വരുന്ന ആൾക്ക് ഇഷ്ടായില്ലെങ്കിലോ? പിന്നെയും എന്റെ തലയിൽ തന്നെ തൂങ്ങാനാണോ നിന്റെ ഭാവം? ഇവിടുന്ന് കെട്ടിപ്പോവാനൊന്നും നിനക്ക് പ്ലാനില്ലേ? ഞാൻ